പടം എനിക്ക് ഇഷ്ടമില്ല. അടിപൊളിയാണ്, നല്ല സ്ഥലം. ഇഷ്ടപ്പെട്ടു. നല്ല അഭിനയങ്ങളും ഫാമിലിയായിട്ട് കാണാനായിട്ട് ബെസ്റ്റ് പടം. നല്ല പടമായിരുന്നു. ഒരു സ്പോർട്സ് മൂവിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് മലയാളത്തിലൊരു ബാഡ്മിൻ്റൺ ഒരു ഇതായിട്ടുള്ള വരുന്ന പടം. മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫാമിലി കഥയോടെ പറയുന്നുണ്ട്. ഒരു കുഞ്ഞു പടമാണ്, ഒരുപാട് വലിയ താരങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് വൺ ടൈം എന്തെങ്കിലും കാണാൻ പറ്റും. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട മാത്യൂസ് ചെയ്ത റോളായാലും അതിൻ്റെ മാത്യൂസിൻ്റെ കൂടെ കൂട്ടുകാരൻ അഭിനയിച്ച കാർത്തിക്, അതുപോലെ നമ്മുടെ ബേസിൽ, പിന്നെ നമ്മുടെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ താരങ്ങളുണ്ട്. എന്തായാലും കുടുംബത്തോട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ബാഡ്മിൻ്റനാണ് ഈ സിനിമയുടെ ഒരു കഥാ പശ്ചാത്തലം. ഇടുക്കിയിലെ ഒരു കാര്യങ്ങളാണ് കഥ പറയുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ചെറിയ പടമാണ്, എന്നിരുന്നാൽ പോലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു തവണ കാണാൻ പറ്റുന്ന പടമാണ്. എന്തായാലും നല്ലൊരു പടമാണ്, ഇഷ്ടപ്പെട്ടു. പടം അടിപൊളി പടം. അത് ഇതുപോലത്തെ നല്ല ചെറിയ സിനിമകൾ സപ്പോർട്ടില്ലാതെ പോരുന്നൊരാഗ്രഹമുണ്ട്. കാരണം വലിയ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ സിനിമകളുണ്ടല്ലോ ഇപ്പോൾ, പക്ഷേ ഇതുപോലെ അത്രയും പക്ക ഫാമിലി മൂവ. അത് അങ്ങനെ മിസ്സായി പോരുത്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം. നല്ല പടമാണ്, നല്ലൊരു സ്പോർട്സ് സബ്ജക്റ്റാണ്. വളരെ രസമായിട്ട് എടുത്തിട്ടുണ്ട് പടം. എൻ്റർടൈനിങ് ആണ് പടം. നല്ല എല്ലാവരും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുന്ന കുറേയേറെ നല്ല ആർട്ടിസ്റ്റുകളുടെ വളരെ കഷ്ടപ്പാട് നമുക്ക് അതിനകത്ത് മനസ്സിലാകുന്നുണ്ട്. വളരെ മനോഹരമായിട്ടൊരു സിനിമയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ല ബെസ്റ്റ്, അടിപൊളി, നല്ല കഥ, എല്ലാവരെയും ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്യാം. ഫാമിലിക്ക് ശരിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നല്ല ഫിലിമാണ്, ഫാമിലി ഫിലിം. നല്ല ഇഷ്ടമായി. ഇമോഷണൽ ഉണ്ട്, വിഷമമുണ്ട്. കൊള്ളാം. എൻ്റെ മോൻ ഇതിലൊരു തിരക്കഥ ആണ്. അഖിലേഷ് മോനാണ്. ഫ്രീയായിട്ട് അച്ഛനമ്മ മക്കളൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ ഫിലിം. നല്ല പടം, നല്ല സിനിമ, നല്ല ഫാമിലിയായിട്ട് ഇരുന്ന് പറയാൻ പറ്റുക മന്ദിരക്കഥ. നല്ല മൂവിയാണ്, നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവർക്കും വന്ന് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ബാഡ്മിൻ്റൺ ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. ഉറപ്പായിട്ടും കപ്പടിക്കും. നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ബാഡ്മിൻ്റൻ്റെ കുറേ പോർഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്, ഇമോഷണലി എല്ലാം നല്ലൊരു ഫിലിമാണ്. സൂപ്പർ, നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. നല്ലോണം ഒരു കുടുംബ ചിത്രം നമുക്ക് ആസ്വദിച്ചിരുന്ന് കാണാം. അടിപൊളി, നൈസ് മ്യൂസിക്, ഒരു സ്പോർട്സ് ഇൻസ്പിറേഷണൽ ഫാമിലി എൻ്റർടൈനർ. റിയലി ലവ്ഡ് ഇറ്റ്. നല്ല പടമായിരുന്നു. നല്ല മൂവിയാണ്, വെരി ഫീൽ ഗുഡ് മൂവി. എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. എല്ലാവരും നന്നായി ആക്ട് ചെയ്തു. നല്ല മ്യൂസിക്, സ്പോർട്സ് മൂവി. ഒരു സ്പോർട്സ് മൂവിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പോലത്തെ മൂവിയാണ്. നല്ല എക്സൈറ്റിങ്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ ഇരിക്കും. നല്ല കപ്പ് അത് കണ്ടറിയാം. എല്ലാവരും നന്നായി, എന്ന് വെച്ചാൽ നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും നന്നായി, പുതിയ മുഖങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ മോശം എന്ന് പറയാൻ എനിക്കങ്ങനെ തോന്നിയില്ല. ഫാമിലി ആൻഡ് യൂത്ത് എല്ലാം ഇങ്ങനെ ആ ഒരു +1 +2 പിള്ളേരുടെ ഒക്കെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഫാമിലിയുടെ ഒരു ബോണ്ട്, ആ ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഒരു ഫീലിങ്സ്, ഇമോഷണൽ ആ ഒരു കൊള്ളാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം വെച്ചാൽ ബാഡ്മിൻ്റൺ മാത്രമല്ല, ഒരു സ്പോർട്സ് മൂവി മാത്രമല്ല, ഇതൊരു ഇമോഷണലി എല്ലാവർക്കും ട്രാക്ക് ചെയ്യുന്നൊരു മൂവിയാണ്. അതായത് ഫാമിലി ആയിട്ട് അച്ഛനും മകനും തമ്മിലുള്ളൊരു ബോണ്ടിങ്. സത്യം പറഞ്ഞാൽ ഈ കണ്ണ് നിറഞ്ഞു. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഷാനിക്കയുടെ മ്യൂസിക് എന്ന് പറയുമ്പോൾ അടിപൊളി. എല്ലാ സീൻസിലും മ്യൂസിക് കൊണ്ട് അത് ബാലൻസ് ആയിട്ടുണ്ട്. പിന്നെ BGM ആണെങ്കിലും ഇഷ്ടേട്ടൻ്റെ BGM ആണെങ്കിലും ശരി, അവർ തമ്മിലുള്ള ക്യാരക്ടർ, അവർ തമ്മിലുള്ള നായികമായിട്ടുള്ള ക്യാരക്ടർ, അവർ തമ്മിലുള്ള ഒരു സിങ്ക് എനിക്ക് വർക്കൗട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പിനും പിന്നെ ഫാമിലിക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തൊരു പടമാണ്. പിന്നെ ബാഡ്മിൻ്റൻ്റെ ഒരു പശ്ചാത്തലവും. എന്തായാലും എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കപ്പടിക്കട്ടെ. താങ്ക് യു. പടം ഇമോഷണൽ കോമഡി, പിന്നെ ഫാമിലി എൻ്റർടൈനാണ്.
പടം അടിപൊളിയാണ്. പിന്നെ ബീജിയം ഒക്കെ അടിപൊളിയാണ്. പിന്നെ ക്ലൈമാക്സ് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പടം. മാത്യുവിൻ്റെ പ്രൊഫസ് രക്ഷയില്ല, അടിപൊളി. പടം കാണണം, കണ്ടാലും നമുക്കറിയാം അടിപൊളി. അത് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, കപ്പടിച്ച് നമ്മൾ കപ്പടിച്ച് കഴിഞ്ഞു. നന്നായിട്ടുണ്ട്. നല്ലൊരു പാക്കേജാണ്, നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, നല്ല എല്ലാം കൊണ്ടും നല്ലൊരു ഫീൽ ഗുഡ് പടം. ടോട്ടലി എല്ലാവർക്കും നല്ല പോലെ കണക്റ്റഡ് ആവും. നല്ല വർക്കട കപ്പടിച്ചു പടം കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു പുതിയൊരു കോംബോ ഇവിടെ ജനറേറ്റ് ആവുകയാണ്. മാത്യുവും കാർത്തികും തമ്മിലോട്ടുള്ള നെൽസനെ പോലെ തന്നെ നെസ്ലിനെ പോലെ തന്നെ രണ്ടുപേരായിട്ട് പുതിയൊരു കോംബോ, അല്ലെങ്കിൽ പുതിയൊരു ബ്രദർ അനിയൻ കോംബോ പോലെ ബേസിലും ഇപ്പോൾ കാർത്തികും തമ്മിലൊരു കോംബോ വർക്കൗട്ട് ആയിട്ടും തോന്നുന്നു. നല്ല പടമായിരുന്നു. ഫാമിലിക്കും അതുപോലെ തന്നെ യൂത്തിനും നമുക്ക് ഓക്കെ ആവുന്ന ഒരു പടമാണ്. താങ്ക് യു. നല്ലതായിരുന്നു, ഭയങ്കര സന്തോഷം, ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ഫുള്ളായിട്ട് പടം കാണുന്നത്? അല്ല, ഞാൻ ഇതിന് മുന്നേ കണ്ടായിരുന്നു, റിവ്യൂ കണ്ടായിരുന്നു. എങ്ങനെയാണ് പടത്തിന് മൊത്തത്തിൽ കണ്ടപ്പോൾ ഫീലിംഗ് എന്താണ് ഓഡിയൻസിൻ്റെ കൂടെ ഞങ്ങൾ ഒറ്റയ്ക്ക് കണ്ടപ്പം എനിക്ക് ഇത്രയും വൈബ് തോന്നിയില്ല. പക്ഷെ ഇന്ന് ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പം ഭയങ്കര പോസിറ്റീവ് ഫീലാണ്, സന്തോഷമാണ്. ഭയങ്കര ഇമോഷണലി ആവുന്ന ഭയങ്കര ഒരു റോളൊക്കെ ആണ്. എങ്ങനെ തോന്നുന്നുണ്ടായിരുന്ന ക്യാരക്ടർ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? അത് അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാം ഓൾറെഡി ഫാമിലി പോലെയാണ്, അപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു അവരോട് വർക്ക് ചെയ്യാനായിട്ട്. സോ അതിൻ്റെ ഒരു ഫീലാണത്. ഇത് എല്ലാവരുടെയും കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഈ പടം ഇറങ്ങണമെന്നുണ്ട്. കുറേ വെയിറ്റ് ചെയ്ത് നമ്മൾ കുറേ നാൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ് ഈ പടം ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലൊരു ചെറിയ ഭാഗം പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും കാണണം, കപ്പടിച്ചു. ഇതെന്തായാലും എല്ലാവരും വിജയിപ്പിക്കണം. അടിപൊളി. ആ വേടുണ്ടല്ലോ കാത്തിരിപ്പ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നാളായിട്ട് ഈ സിനിമയുടെ പിന്നാലെയാണ്. അപ്പോൾ അത് ഇന്ന് പ്രാവർത്തികമായി അല്ലെങ്കിൽ തിയേറ്ററിൽ റിലീസായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. അത് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗ്സ് ഇവരെ കൂടെ ഇരുന്നത് കണ്ടപ്പോൾ ആ ഒരു ഫീല് ഏതൊരു ഡയറക്ടർക്കും ആദ്യ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴുള്ളൊരു ഫീലിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഫീല്. പിന്നെ സിനിമ ഇപ്പം ഇമോഷണലി വർക്കായി എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പോൾ അതും ഭയങ്കര സന്തോഷം തരുന്നു. ഒപ്പം ആ എടുത്ത പണിക്ക് ഒരു ഉത്തരമുണ്ടായി എന്നുള്ളൊരു ഫീലുകൾ. റൈറ്ററാണ് അഖിലേഷ്. പിന്നെ പറയാനുള്ളത്, ആദ്യത്തെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും ഉള്ള അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അത് തന്നെ അവസ്ഥ, ആ ഒരു ഫീൽ എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ കണ്ടപ്പോൾ. എൻ്റെ വീട് ഇവിടെ തന്നെ ഇടപ്പുള്ളതാണ്. ഞാൻ എപ്പോഴും എല്ലാം മിക്ക സിനിമക്കും മുന്നിൽ എൻ്റെ സിനിമ കണ്ടിറങ്ങുള്ള ഫീൽ. ഇപ്പോൾ ഞാൻ എന്ത് പറയാൻ ഡെൻസാ. 2 റൈറ്റേഴ്സാണ്, അതിൽ രണ്ടാമത്തെ ആളാണ് ഡെൻസ്. അത് തന്നെ അവസ്ഥ. അല്ല, അകത്തുനിന്ന് ഇപ്പോൾ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. സോ അത് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് തരുന്നുണ്ട്. കൂടുതൽ ഫാമിലീസ് എത്തുക, കൂടുതൽ ഫാമിലിയായിട്ട് തന്നെ ഈ പടം കാണുക എന്നേ പറയാനുള്ളൂ ഈ അവസരത്തിൽ. എല്ലാവരും ഒന്ന് കാണണം. പഠിച്ചു സന്തോഷം. വർക്കൗട്ട് ഇമോഷണലി അല്ല, ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ പറ്റിയാൽ ഹാപ്പിയാണ്. ചങ്ക് കൂട്ടുകാരനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. എന്ത് തോന്നുന്നു? ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? മാത്യൂസിനോട്ടുള്ള അഭിനയമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് കൂളായിരുന്നു. മാത്യു ഞങ്ങൾ കമ്പനിയായിരുന്നു. അതുകൊണ്ടാണുള്ളൊരു നിങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു സാധനം തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്യു ഇങ്ങോട്ട് തന്നിട്ടുള്ള ഇതുകൊണ്ടിട്ടാണ്. ഞാൻ ഓപ്പോസിറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ 2 ദിവസം മുന്നേ പ്രിവ്യൂ കണ്ടിരുന്നു. ഇവിടെ കാണും, ഇവിടെ ഇപ്പോഴാണ്. ഓഡിയൻസിനോട് കണ്ടപ്പോൾ ഫ്രണ്ട്സിൻ്റെയും കൂടെ എല്ലാവരും ഞാൻ കുറച്ച് പടങ്ങളിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗപ്പിയിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ 17ാമത്തെ പടം ഇത്. എനിക്കിതുവരെ ഒരു പടത്തിനും ഇത്രയും നല്ലൊരു ഫീഡ്ബാക്ക് എൻ്റെ ഫാമിലിയുടെ അടുത്തൊന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല.